നിങ്ങളുടേതുപോലുള്ള മറ്റൊരു സർവീസിൽ നിന്ന് ഇതിനു മുൻപ് എനിക്ക് വളരെ മോശം എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. കസ്റ്റമറുടെ ഈ റിജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? കസ്റ്റമർ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, അവരുടെ പ്രോബ്ലം ഇപ്പോഴും സോൾവ് ആയിട്ടില്ല. രണ്ട്, ആ പ്രോബ്ലം പരിഹരിക്കാൻ ഇപ്പോഴും അവർ പണം മുടക്കാൻ തയ്യാറാണ്. അവർക്ക് ശരിയായ ഒരാളെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവരോട് പറയാം, നിങ്ങളുടെ ഈ പ്രശ്നം കേട്ടതിൽ വിഷമമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, മുൻപത്തെ അനുഭവത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയത് എന്താണെന്നൊന്ന് പറയാമോ? അവരുടെ സർവീസിന്റെ ക്വാളിറ്റി കുറവായതാണോ, അതോ കൃത്യസമയത്ത് അവർ സർവീസ് ഡെലിവർ ചെയ്യാതിരുന്നതാണോ? അപ്പോൾ കസ്റ്റമർ പറയാണ്, അവർ കൃത്യസമയത്ത് എനിക്ക് സർവീസ് ഡെലിവർ ചെയ്തില്ല. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അതുപോലെ ആയിരിക്കില്ല എന്ന് പറയുന്നതിന് മുമ്പായി നിങ്ങൾക്ക് അവർക്കൊരു ഉറപ്പ് കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് പറയാം, ഞാൻ എൻ്റെ സർവീസ് ഡെലിവർ ചെയ്യുന്നതിൽ ഒരു ദിവസം വൈകിയാൽ പോലും എൻ്റെ ഫീസിൽ നിന്ന് 20% ഞാൻ നിങ്ങൾക്ക് റിട്ടേൺ നൽകാം. നിങ്ങളിപ്പോൾ അവിടെ സെല്ല് ചെയ്യുന്നത് ഒരു സർവീസ് അല്ല, മറിച്ച് അവരുടെ പേടി മാറ്റാനുള്ള ഒരു ഉറപ്പാണ്. അവരുടെ പേടി മാറിയാൽ ഉറപ്പായും നിങ്ങൾക്ക് ആ സെയിൽ ഈസിയായി ക്ലോസ് ചെയ്യാൻ സാധിക്കും.